നിന്നും ഒരു മടക്കയാത്ര. ആകെ നോക്കുമ്പോൾ കൂർഗ് ട്രിപ്പ് വളരെ ഹാപ്പി ആയിരുന്നു. ഇതുവരെ പോയതിൽ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. ഓരോരോ സ്ഥലങ്ങൾ എന്നതിലുപരി കൂർഗിൽ എവിടെ നോക്കിയാലും ഒരു സൗന്ദര്യം തോന്നും. വെറുതെ വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും പുറത്തെ പ്രകൃതി ഭംഗി കണ്ടിരിക്കാൻ ഒരു രസം. കേരളത്തിലെത്തുന്നതിന് കുറച്ചു മുമ്പായി കൊടക് അതിർത്തിയിൽ രാവിലെ കാപ്പി കുടിക്കാനായി ഒരിടത്ത് കയറി. പൂരി, അപ്പം, ബാജി കറി, കൽത്തപ്പം, മുട്ട റോസ്റ്റ്, ചായ ഇവയാണ് കഴിച്ചത്. അപ്പത്തിന്റെ കൂടെയുള്ള കറിയുടെ പേരാണ് ബാജി. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയുടെ ഒരു വകഭേദം. ആ കറിയുടെ സ്വാദ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കട്ടി കാരണം പൂരി കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പം, മുട്ട റോസ്റ്റ്, കൽത്തപ്പം, ചായ എല്ലാം വളരെ നല്ലതായിരുന്നു. 42 വർഷമായുള്ള ഒരു ഭക്ഷണശാലയാണിത്. കടയുടെ പേര് നോ നെയിം. നോ നെയിം മാക്കൂട്ട എന്ന് ഗൂഗിൾ മാപ്പ് കൊടുത്താൽ ലൊക്കേഷൻ അറിയാൻ സാധിക്കും. ഉമ്മർ എന്ന പ്രായമുള്ള ഒരു മാമനാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ബോർഡറുകൾ താണ്ടി യാത്ര ചെയ്ത് ഉച്ചയായപ്പോഴേക്കും ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ഹാഫ് ചിക്കൻ കുഴിമന്തിയും ലൈം ജ്യൂസുമാണ് വാങ്ങിയത്. കുഴിമന്തി പ്രിയരായ നമുക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു. ലൈം ജ്യൂസും കൊള്ളാം, സർവീസും എല്ലാം നല്ലതായിരുന്നു. സൈഗ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയിലെ പൂക്കാട് എന്ന സ്ഥലത്തായാണിത്. കോഴിക്കോടിന്റെ കൈപുണ്യം ഇവിടെ അറിയാൻ പറ്റി. വൈകുന്നേരം മലപ്പുറം പുതുപ്പൊന്നാനിയിലെ ഹൈവേ റെസ്റ്റോറന്റ് എന്ന സ്ഥലത്താണ് ചായയും കടികളും കഴിക്കാൻ വേണ്ടി കയറിയത്. ചായ മാത്രം കുടിച്ചു. വടകൾ തുടങ്ങിയവ കഴിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിലും കഴിച്ചില്ല. കാരണം അത് സൂക്ഷിച്ചിരിക്കുന്ന രീതി തന്നെ. ഹോട്ടലിന് വെളിയിലെ കണ്ണാടി കൂടൊന്നും അടയ്ക്കാതെ വെച്ചിരിക്കുകയാണ്. ഈച്ച വന്നിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. രാത്രി ആഹാരം കഴിക്കാനായി തൃശൂർ 3 പടിയിലെ ടൗൺ കിച്ചൺ എന്ന സ്ഥലത്താണ് കയറിയത്. തിരക്കുള്ള സ്ഥലമായിട്ടും പാർക്ക് ചെയ്യാനായി ഹോട്ടലിൻ്റെതായ സ്ഥലമുള്ളത് ഒരു അനുഗ്രഹമായി. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. രണ്ടും പൊളിയായിരുന്നു. ചായ വാങ്ങിയതും നല്ലതായിരുന്നു. യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറി വീണ്ടും യാത്രയ്ക്കൊരുങ്ങാൻ അവിടുത്തെ സംതൃപ്തി നിറഞ്ഞ ഭക്ഷണം സഹായിച്ചു. നോക്കുമ്പോൾ ഒരുപടി നല്ല ഓർമ്മകൾ. നിസർഗധാമം. വാട്ടർ ആക്ടിവിറ്റീസ് കൂടെ ഉണ്ടെങ്കിൽ ഒരു 3/4 ദിവസമെങ്കിലും ഇവിടെ ചെലവഴിക്കേണ്ടി വരും. ഇവിടത്തെ പുറത്തായിട്ടുള്ള ഗോസ്റ്റ് ഹൗസൊക്കെ നമ്മൾ ശരിക്കും ആസ്വദിച്ചു. ഗോൾഡൻ ടെമ്പിളും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. മറക്കാൻ പറ്റാത്ത സ്ഥലം. മല്ലള്ളി വെള്ളച്ചാട്ടം മഞ്ഞിന്റെ ഇടയിൽ പൊട്ടി വിരിഞ്ഞതുപോലെ പ്രത്യക്ഷപ്പെട്ട ആ വെള്ളച്ചാട്ടത്തിന്റെ ഹുങ്കാരനാദം ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു അതും. ഹൊന്നമന കേര മാത്രം അവിടത്തെ സ്വച്ഛത പോലെ പ്രത്യേകിച്ച് ചലനങ്ങൾ സൃഷ്ടിക്കാതെ കടന്നുപോയി. ഹാരംഗി ഡാം അതും കൊള്ളാം.
ചിക്കലി ഹോളെ സാധാരണ ഡാമിനുപരി ഒരു വ്യത്യസ്ത കാഴ്ച പകർന്നു നൽകി. ദുബാരെ എലിഫന്റ് ക്യാമ്പ് ആനപ്രിയർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം. അബി വാട്ടർഫാൾസും മനോഹരമായ ഒരു അനുഭവം. മണ്ടൽപ്പെട്ടി മഞ്ഞൾ കാഴ്ചകൾ മുങ്ങിപ്പോയെങ്കിലും നമ്മൾ ശരിക്കും ആസ്വദിച്ചൊരു സ്ഥലം. രാജാ സീറ്റ് മഴയിൽ മുങ്ങിപ്പോയി. കൂർഗ് കുസൈനിലെ ആഹാരവും എടുത്തു പറയേണ്ടതാണ്. ഇനിയും പോകാൻ കൊതിക്കുന്നൊരു സ്ഥലം. കൊടക് ഇഷ്ടം.